ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇത് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്, കുമ്പളങ്ങ പരിപ്പ് കറി. ഈ കുമ്പളങ്ങേനെ ഇളവെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മളുടെ അനിയനാണിത് റെഡിയാക്കാൻ പോകുന്നത്. ആളിപ്പോൾ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ തോലൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. തോല് കളഞ്ഞ ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ഉടച്ചെടുക്കേണ്ട ഒരു കറി കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്യൂബ് പോലെ ആക്കിയെടുത്തോളൂ. ഇനി നമുക്കൊരു തക്കാളി വേണം. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഈ തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള കൂടെ വേണം. അപ്പോൾ ആ സവാളയുടെ വീഡിയോ ചെറുതായിട്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സവാള കൂടെ ഒന്ന് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ നന്നായിട്ട് കൊഴുപ്പ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാളയൊക്കെ ഇടുന്നത്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അത് പാലക്കാട്ടുകാരുടെ സ്ഥിരം കറിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കൊരു പച്ചമുളക് വേണം. അപ്പോൾ അതിനുവേണ്ടി പച്ചമുളകൊന്ന് കീറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പരിപ്പാണ്, തുവരപ്പരിപ്പ്. അത് ഒരു അരമണിക്കൂർ മുൻപ് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക്, തക്കാളി, പിന്നെ ഞാൻ പറഞ്ഞല്ലോ സവോള കൂടെ ചേർക്കണം കേട്ടോ. ഒരു സവോള കൂടെ ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണം. വലിയ എരിവില്ലാത്തതാണ് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ. അപ്പോൾ അധികം എരിവ് ചേർക്കണ്ട. ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 ടീസ്പൂണ് ചേർത്താൽ മതിയായിരിക്കും. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം. നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കർ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വെന്ത് തക്കാളിയും എല്ലാം വെന്ത് നല്ല പരുവത്തിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കടുക് താളിച്ച് ഒഴിക്കേണ്ട ആവശ്യം കൂടിയുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രം ഉണക്കമുളക് ഇടാം. ചുവന്ന മുളക്, ഉണക്കമുളക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, നമുക്കിവിടെ അതൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇപ്പോൾ സവോളയേ ഉള്ളൂ. അത് കാരണം ഒരു 1/4 സവോള എടുത്ത് ചെറുതായി അരിഞ്ഞ് അതിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം വേണമല്ലോ. ഒരു ഉപ്പേരി വേണം, പിന്നെ ഒരു മോരുകറി വേണം, പിന്നെ ഒരു എന്തെങ്കിലും മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാവരും പണിയും ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കറികളൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ദിവസം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.